ഹായ്. ആഹ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വായിച്ച ഒരു പുസ്തകവും അതേപോലെ തന്നെ ഞാൻ നേരിട്ട രണ്ടാമത്തെ ചോദ്യത്തിനെ കുറിച്ചിട്ടാണ്. ഇക്കിഗൈ ഒരു ജപ്പാൻ വേർഡാണ് ഇക്കിഗൈ എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിന് മൂല്യം നൽകുന്നത് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ പുസ്തകം നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് അതുമായി ബന്ധപ്പെട്ട് വളരെ അധികം റിലേറ്റഡ് ആണ്. നമ്മളൊരു ജീവിതത്തിലൊരു ലക്ഷ്യം നേടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പുസ്തകം മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. ഇതിൽ ഓരോ വേർഡും നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. രണ്ടാമത് ഞാൻ നേരിട്ട രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എനിക്ക് മിസ്റ്റർ തൃശ്ശൂരിന് കിട്ടിയ ട്രോഫി. ഈ ട്രോഫിക്ക് ഇത്ര വലിപ്പമുള്ളൂ ചോദിച്ചത്. ഈ ചെറിയ ട്രോഫിക്ക് വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടതെന്ന്. നമ്മൾ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എല്ലാവരുടെ ജീവിതത്തിലൊരു ചിലപ്പോൾ നല്ലൊരു ഹൈ കിട്ടുന്ന മൂമെൻ്റ് ഉണ്ടാവാം. അവിടെ നിന്ന് ഒറ്റയടിക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന മൂമെൻറ്റുകളുണ്ടാവാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ജീവിതത്തിൽ നല്ലൊരു മൂമെൻ്റ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന മൂമെൻ്റ് ഉണ്ടായി. ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസമാണ്, നാളെ ഇപ്പോൾ അറിയില്ല. അപ്പോൾ ഈ ഒരു ട്രോഫി അവിടെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാം. നമ്മുടെ എഫേർട്ടിന് നമ്മൾ ഇത്രയധികം എഫേർട്ട് എടുക്കുന്നതിനൊരു മൂല്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നേടിത്തരുന്ന സമയത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി, അത് തന്നെയാണ് ഏത് കോമ്പറ്റീഷനായാലും നമുക്ക് വിൻ ചെയ്യുമ്പോഴായാലും ഇനി പരാജയപ്പെടുമ്പോഴായാലും നമുക്ക് കിട്ടേണ്ടത്. ഇതിലൊരു വേടുണ്ട്, അസാധ്യത്തെ സാധ്യമാക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അസാധ്യമായിട്ട് തോന്നുന്ന എന്ത് കാര്യം അതിന് സാധ്യമാക്കുന്നതിനെക്കാട്ടും വലിയൊരു സന്തോഷമൊന്നും നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.